വർക്ക് ചെയ്യും. ഒരു 10-15 വർഷമായിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോക്ക് എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ, അതായത് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഗർഭിണിയായി ആദ്യത്തെ 3 മാസത്തിനകം ഉള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. അപ്പോൾ ഒരു ലേഡി വിവാഹം കഴിഞ്ഞ് ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ ഗർഭിണിയാകുന്നതിന് ഒരു 3 മാസം മുമ്പ് തൊട്ട് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അത് കഴിക്കണം. അത് കഴിച്ച് തുടങ്ങണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് കഴിക്കാതിരുന്നാൽ ഈ കുഞ്ഞിന് ന്യൂറോ സംബന്ധമായ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് അതുപോലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പീരിയഡ് മിസ് ചെയ്തു പ്രഗ്നൻസി ആണെന്നുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യമായി ഒരു ഡോക്ടറെ സമീപിക്കണം. ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം. അത് ബ്ലഡിൻ്റെ ടെസ്റ്റുകളുണ്ട്. ചിലർക്ക് തൈറോയിഡ് കാണും, ഹൈപ്പോതൈറോയിഡിസം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഗുളികകൾ കഴിച്ചു തുടങ്ങിയില്ലെങ്കിൽ കുഞ്ഞിന് ഹൈപ്പോതൈറോയിഡിസം വരും, കുഞ്ഞ് മന്ദബുദ്ധിയായിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹീമോഗ്ലോബിൻ, രക്തത്തിൻ്റെ അളവ്, രക്തഗ്രൂപ്പ്, തൈറോയിഡ്, പിന്നെ സീറോളജി, HIV, HB, SAD, VDR അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ചെയ്യണം. തൈറോയിഡ് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ ബ്ലഡിനകത്ത് സീറം ക്രിയാറ്റിന്, ബ്ലഡ് യൂറിയ അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലും കുഞ്ഞ് യൂട്രസിനകത്ത് തന്നെയാണോ ജനിച്ചിരിക്കുന്നത്, അതോ ട്യൂബിലാണോ, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ, ഇരട്ട കുട്ടികളാണോ, ഒരു കുട്ടിയേ ഉള്ളോ, ഇതെല്ലാം അറിയുന്നതിനാണ് ഫസ്റ്റ് സ്കാൻ. അപ്പം ചില പേഷ്യൻസ് ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നത്? അത് കുഴപ്പമില്ലേ, കുഞ്ഞിന് ഒരു കുഴപ്പവും വരത്തില്ല സ്കാൻ ചെയ്തുകൊണ്ട്. റേഡിയേഷൻ ഒന്നും ഇല്ല സ്കാനിങ്. എക്സ്റേ എടുക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് റേഡിയേഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സ്കാനിങ് 6 ആഴ്ച 7 ആഴ്ചയ്ക്ക് നമ്മൾ എല്ലാവരും എടുത്തിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ പറയും നിങ്ങളോട്. ഇപ്പോൾ 2 കുട്ടികളാണോ, ഒരു കുട്ടിയേ ഉള്ളോ, അകത്ത് ബ്ലീഡിങ്ങോ എല്ലാം വന്നിട്ടുണ്ടോ. ചിലർക്ക് ഇങ്ങനെ അകത്ത് ചെറിയ ബ്ലീഡിങ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതല്ല ട്യൂബിനകത്താണോ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്, അതെല്ലാം നോർമലാണോ, ഒരു കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനാണ് ആദ്യത്തെ സ്കാനിങ് ഉപകരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചെക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തരും. എത്ര നാളത്തേക്ക് വേണം, ഏതൊക്കെ മാസങ്ങളിൽ വരണം, എപ്പോഴൊക്കെ വരണം, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തരും. ഭക്ഷണക്രമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ. അത് ആ വിവരങ്ങളെല്ലാം ഞാൻ അടുത്ത ടോക്കിൽ പറയുന്നതായിരിക്കും.